2 ദിവസം റെസ്റ്റ് എടുത്താ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, എന്നാലും ഞാനും നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഹാർട്ടിന് സർജറി കഴിഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു അപകടം നടന്നപ്പോ പോലീസുകാർ ശരിക്കും അവരുടെ മർക്കടമുഷ്ടി കാണിച്ചു അല്ലേ? ഇവന്മാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുക വേണ്ടത്. ജനങ്ങളെ സേവിക്കാനാ പോലീസ്, അല്ലാതെ തല്ലിച്ചതക്കാനല്ല. നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഒത്ത് കിട്ടും. അതിനുള്ള ആരോഗ്യം ഉണ്ടാവണ്ടേ? മർമ്മം നോക്കിയ പല പോലീസുകാരും പണിയുന്നത്. ഞാൻ തന്നെ എത്രയോ കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നോ. അവരോടൊക്കെ ഞാൻ കേസിന് പോകാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം വല്ലതും ഉണ്ടോ? ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവാം. ഹോസ്പിറ്റലിൽ വന്ന് 1-2 ടെസ്റ്റുകൾ നടത്തിയാലേ തുടർന്നുള്ള ട്രീറ്റ്മെന്റുകൾ നടത്താൻ പറ്റൂ. എന്തായാലും തൽക്കാലത്തേക്ക് ഞാൻ മരുന്ന് തരാം. ഇത് വാങ്ങിച്ചു കൊടുക്കണം. അതെ, ശരീരത്തിന് നല്ല നീർക്കെട്ടുണ്ട്. ഇഞ്ചപ്പുല്ലിട്ട് വെള്ളം ചൂടാക്കി അതിലൊന്ന് മേലെഴുകി നോക്കട്ടെ. ഉള്ളിൽ മരുന്നും കൊടുക്കാം. ഭേദമായില്ലെങ്കിൽ എന്നെ വന്നൊന്ന് കാണണം. ടെസ്റ്റുകൾ നടത്താനുള്ളത് കൂടി ചീട്ടി കുറിച്ചു തരാം. നല്ല റെസ്റ്റ് വേണം കേട്ടല്ലോ. ഈ ഹാർട്ടിന് സർജറി കഴിഞ്ഞിട്ട് എത്ര നാളായി? അത് കുറച്ച് മാസങ്ങളായി. മെഡിസിൻസ് ഇപ്പോഴും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല ഡോക്ടർ, അങ്ങനെ കാര്യമായിട്ടൊന്നും. എന്നാ പിന്നെ പോവാം. പോവാം ഡോക്ടർ. ടേക്ക് കെയർ. ശരി. എന്നിട്ട് ഏട്ടൻ എങ്ങനെയുണ്ട്? കിടക്കുക. 1-2 ടെസ്റ്റുകൾ നടത്താൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നടത്തുവോ? ആരെങ്കിലും പറഞ്ഞ് ചെയ്യിക്കാനില്ലെങ്കിൽ നിന്റെ ഏട്ടൻ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങള് തന്നെ എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചെന്നോ. നീ ഉണ്ടായിരുന്നെങ്കിൽ വന്നേനെ. നിനക്കറിയല്ലോ ഇവിടുത്തെ കാര്യമല്ല. അങ്ങോട്ടൊന്ന് വരണമെന്നുണ്ട്. പക്ഷേ അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് പറ്റണ്ടേ? എഴുതി കൊടുത്തിരിക്കുന്ന ടെസ്റ്റുകളൊക്കെ നടത്തി ഹോസ്പിറ്റലിലേക്ക് ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പോയ ഭാഗ്യം. ഞാൻ എന്തായാലും നോക്കട്ടെ. ഏട്ടനെ എനിക്കും കാണണമെന്നുണ്ട്. നീ അവിടെ തന്നെ കാണണേ. അക്കാര്യത്തിൽ നീ പേടിക്കൊന്നും വേണ്ട. നീ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞങ്ങൾ നിന്റെ ഏട്ടനെ നോക്കിക്കോളാം. വരാൻ പറ്റുമെങ്കിൽ നീ വന്നൊന്ന് ഏട്ടനെ കാണും. പാവം, ഈ ഒരവസ്ഥയില് നിങ്ങൾ വന്നൊന്ന് കാണണമെന്ന് ഏട്ടനും ആഗ്രഹം കാണില്ലേ? എന്തു പറഞ്ഞു പോവും? ഏട്ടന് അസുഖമാണ്, കാണാൻ പോണെന്ന് പറഞ്ഞ അച്ഛനെ വിടില്ല, അമ്മയും വിടില്ല. പിന്നെ എങ്ങനെ ഒന്ന് ഇറങ്ങ? റാണിയുടെ കാര്യം പറയാം. പിന്നെ മാസശമ്പളക്കാർക്ക് ഇതൊക്കെ പറഞ്ഞാ മനസ്സിലാവോ? കഷ്ടപ്പാടും ദുരിതത്തിന്റെയും കഥയൊന്നും നീ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട ശ്യാമേ. അത് വേണ്ടുവോളം അനുഭവിച്ചു തന്നെ ഞാനും ഇപ്പൊ നീ കൊച്ചിന്റെ തള്ള എന്ന് ഏളാങ്കിച്ച് പറഞ്ഞ ശാരികേച്ചിയും ഇവിടം വരെ എത്തിയത്. ഞങ്ങൾക്ക് കിട്ടുന്നതിൽ പാതി തന്നല്ല ഞങ്ങൾ നിന്നെ വളർത്തിയത്. സ്നേഹത്തിന്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും നിനക്ക് ഞങ്ങൾ വേണ്ടുവോളം തന്നു. കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തി. അമ്മ പറയും അവൾ ഇളയതല്ലേ, മക്കൾക്ക് തിരിച്ചറിവുള്ളതല്ലേന്ന്. ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. നിനക്കെന്താടി അതില്ലാതെ പോയേ? അച്ഛന്റെ സ്നേഹം നീ ഇപ്പൊ അറിയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അന്ന് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ സ്നേഹം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ സ്നേഹത്തിന്റെ ബാക്കി ഇപ്പോഴും ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാ ശ്യാമേ നീ എന്തൊക്കെ എന്നെ പറഞ്ഞാലും എനിക്ക് വേദനിക്കാത്തത്. എനിക്ക് നീ പറയുന്നത് കേട്ട് സങ്കടം വരാത്തത്. പക്ഷേ ആ ബോധം ഈ പറയുന്ന നിനക്ക് കൂടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ നീ ദുഃഖിക്കും. ഇപ്പോഴല്ല, പിന്നെ.
നാളെ ചിലപ്പം പറഞ്ഞു തരാൻ ആരും ഉണ്ടായെന്ന് വരില്ല. ശിവേട്ടാ, പനിയുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോയാലോ? ഇതൊരു നല്ല ചുക്കാപ്പി കുടിച്ചാൽ മാറാവുന്ന പനിയേ ഉള്ളുന്നേ. പിന്നെ ഈ ക്ഷീണം അത് 2 ദിവസത്തേക്ക് ഉണ്ടാവും. നീ പോയി ഒരു ചുക്കാപ്പി ഇട്ടുണ്ടോ? കാപ്പിയൊക്കെ കൊണ്ടു തരാം. ഒരു കൂട്ടുമരുന്ന് വാങ്ങിച്ച പേടിക്കണ്ടായിരുന്നു. രാത്രി വയ്യാഴിക എന്തെങ്കിലും വന്നാലോ? ഹേയ്, അത്രയ്ക്ക് കാര്യമാക്കാനൊന്നും ഇല്ലെന്നേ. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കണ്ടെന്ന് ഞാൻ പറയൂ. ഏത് രീതിയിലുള്ള പനിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ആളെ കൊല്ലുന്ന പനി വരെ ഇറങ്ങിയിട്ടുണ്ടെന്നാ കേൾക്കുന്നേ. ഇവിടെ വാശിയല്ല ശിവേട്ട നമുക്ക് ആവശ്യം, നമ്മുടെ ജീവനാ. എനിക്കൊന്നും സംഭവിക്കില്ലെന്റെ റാണി. അങ്ങനെ പെട്ടെന്ന് പോകുന്ന തടിയൊന്നും അല്ലിത്. തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല. കാപ്പി ഞാനിപ്പോ കൊണ്ടുവരാം. ഉം. ആശാനെ, ആ കമല, നീ വാടാ അവിടെ നിൽക്കാതെ. ആശാനെ, ഇതെന്താ ആശാനെ പറ്റിയേ? അല്ല, ഇങ്ങനെ കിടക്കുന്ന ആളല്ലല്ലോ. എനിക്ക് ഇടിക്കടാ. നീ ഇതെങ്ങനെ അറിഞ്ഞു? അല്ല, ചന്ദ്ര വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, ആശാനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ക്ലിനിക്കിൽ കൊണ്ടുപോകണം, വരാൻ കൂട്ടാക്കില്ല, പിടിച്ചു കെട്ടി കൊണ്ടുപോകണം പറഞ്ഞിട്ടാ എന്നെ വിളിച്ച്.